നമസ്കാരം. ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇന്നൊരു വാർത്ത കണ്ടത്. കണ്ണൂര് ഒരു കാറ് കത്തിപ്പിടിച്ചിട്ട് 2 പേര് മരിച്ചു എന്നുള്ളത്. അവർക്ക് ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. കാറ് കത്തിപ്പോയി, കാറിനകത്ത് അവർ വെന്ത് മരിച്ചു. തീർത്തും എന്താ പറയുക, സങ്കടകരമായ ഒരു വാർത്തയാണ്. കാണുമ്പോൾ തന്നെ ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. നമ്മളെല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരാണ്, ലോങ് പോകുന്ന ആൾക്കാരാണ്, വണ്ടി എന്താ പറയുക എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വണ്ടി എങ്ങനെയാണ് കത്താനുള്ള ഒരു കാരണം, ആ ഒരു കാരണം എന്താണെന്ന് നോക്കണം. അത് മാത്രമല്ല, മീഡിയ വേണമെന്ന് അലി എന്നെ വിളിച്ചു. ചോദിച്ചൊരു ബൈറ്റ് കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഒരു വാഹനം കത്തിപ്പോയെന്നുള്ളത്. അപ്പം നമുക്ക് എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും വാഹനത്തിന്റെ ഒരു അപകടത്തിൽ സംഭവിക്കാറില്ല. ഇപ്പോൾ ആ ഒരു KSRTC ബസ്സിന്റെ ബാക്കിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് കുറേ പേരുടെ ആ ഒരു മരണത്തിന് കാരണമാക്കിയ ആ ഒരു അപകടം ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നില്ല പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ, അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതല്ല ഉദ്ദേശിച്ച് നമ്മുടെ സയന്റിഫിക്കലി എന്തുകൊണ്ട് ആ ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് ആ അപകടത്തേക്ക് നയിച്ച കാര്യങ്ങൾ. ഇപ്പോൾ വിമാനത്തിന്റെ കാര്യം എടുത്തിട്ട് വിമാനം ക്രാഷ് ആവുക അല്ലെങ്കിൽ ഒരു അപകടത്തിൽ പെടുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വിമാനത്തിന്റെ ഹിസ്റ്ററി മുതൽ ഇങ്ങോട്ട്, ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആ ഒരു അപകടത്തിന് കാരണമായ ഹേതുവായത് എന്തോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ബ്ലാക്ക് ബോക്സിന്റെ ഒക്കെ സഹായത്തോടുകൂടി കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ട് തന്നെയാണ് വിമാനം എനിക്ക് തോന്നുന്നു തത്വത്തിൽ സേഫ് ആയിട്ടുള്ളൊരു യാത്രാ മാർഗ്ഗമാണെന്ന് ആൾക്കാർ പറയുന്നത്. അതായത് ഒരു അപകടം സംഭവിച്ചാൽ ആ അപകടം മറ്റുള്ള വിമാനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ശേഷം ചെയ്യാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റെബിലൈസർ റണ്ണവേ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു ബോയിങ്ങിന്റെ പുതിയ വിമാനത്തിൽ 737 ആ ഒരു മാക്സിലെ അതിനകത്ത് അത് ഫിക്സ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടാണ് ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്ലൈറ്റുകളും വീണ്ടും ആകാശത്ത് പറക്കാൻ തുടങ്ങിയത്. അപ്പോൾ വിമാനത്തിന്റെ കാര്യമാണെന്ന് കേട്ടെ, കാരണം വിമാനത്തിന്റെ കാര്യത്തിലേക്കല്ല നമ്മൾ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു വാഹനം കത്താൻ കാരണം? പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടുകൾ ഒരു കാരണമാകാം, ഫ്യൂവൽ ഫില്ലേജ് ഒരു കാരണമാകാം, ഹോസുകൾ പൊട്ടിപ്പോയാൽ ഒരു കാരണമാകാം, അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ ഓവർ ഹീറ്റ് ആയാൽ പ്രശ്നമാകാം, കാറ്റലിക് കൺവെർട്ടർ ഓവർ ഹീറ്റ് ആയാൽ കത്തിപ്പോകും, ചൂടാവാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ചെറിയ വണ്ടിയാണ്. ഒരു 1000cc മാരുതിയുടെ എക്സ്പ്രസോ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരു ഫോട്ടോ കണ്ടപ്പോൾ അത് വാങ്ങിയിട്ട് അധികമായിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ പുതിയ വണ്ടിയാണ്. അപ്പോൾ മെക്കാനിക്കൽ ഫോൾട്ട് കൊണ്ടാവാമോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഷോർട്ട് സർക്യൂട്ട് ആവാമെന്നുള്ളതാണ്. ആവാമെന്നെ പറയുന്നത് നമ്മൾ പറയുന്നത് സയന്റിഫിക്കലി അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ടോ ഒന്നുമല്ല. കാരണം നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് അതെന്താണെന്ന് സംഭവിച്ചെന്ന് അനലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ആ ഒരു അനലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ വീഡിയോ ഞാൻ കാര്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അഥവാ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വണ്ടിക്കകത്ത് ലോക്ക് ചെയ്യപ്പെട്ടാൽ, അതായത് എങ്ങനെയെങ്കിലും ഇതിനകത്ത് പുറത്തിറങ്ങാനുള്ള 1-2 വഴികൾ, നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. അതായത് എനിക്ക് തോന്നുന്നു നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നല്ലതല്ലേ? അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുക എങ്ങനെയാണ്? കൂളന്റ് കുറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഫാൻ വർക്ക് ചെയ്യാതായിട്ട് അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുമ്പോൾ ചില വണ്ടികളൊക്കെയും ആ ഒരു ഹീറ്റ് മീറ്റർ ഉണ്ട്. ഹീറ്റ് മീറ്റർ എന്ന് പറയുമ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ മീറ്റർ. ആ മീറ്ററിന്റെ ഒരു ഒപ്റ്റിമം കടന്നു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതല്ലെങ്കിൽ ഇനി മീറ്റർ ഇല്ലാത്ത വണ്ടിക്കാണെങ്കിൽ ഒരു ലൈറ്റ് കത്താറുണ്ട്. മിക്കവാറും ആ ലൈറ്റ് കത്തുമ്പോഴേക്കും തന്നെ പുകയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ തീർത്തും നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾ, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾക്ക് തീ പിടിക്കുന്ന സാധ്യത കുറവാണ്. കാരണം കൂളൻ്റൊക്കെ നമ്മൾ നോക്കാറുണ്ടാവും, ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ നോക്കാറുണ്ടാവും, വണ്ടിയുടെ ഒരു കാര്യങ്ങളൊക്കെ പുതിയ നോക്കാറുണ്ട്. ഇതിപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പുതിയ വണ്ടിക്ക് ചിലപ്പോൾ മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രശ്നം വരാൻ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്താവാം, ഫ്യൂസ് പോയാൽ ഫാൻ വർക്ക് ചെയ്താൽ അങ്ങനെ, പക്ഷേ എററും അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വരാം. ഒരു പക്ഷേ എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിട്ടാണെങ്കിലോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതല്ലെങ്കിൽ കാറ്റലിക് കൺവേർട്ടർ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും വണ്ടികൾ കത്തിപ്പോണ ഒരു സാഹചര്യത്തിൽ ഉണങ്ങിയ പുല്ലുള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കത്തിപ്പോയ കഥ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു, എനിക്ക് തോന്നുന്നു റെനോയുടെ ആ ഒരു 7 സീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, ലോഡ്ജി കത്തിപ്പോയ കഥ എനിക്കറിയാം. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ്റലിക് കൺവേർട്ടർ ചൂടായി കഴിയുമ്പോൾ താഴെയുള്ള പുല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ താഴെ വണ്ടിയുടെ മുകളിൽ മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ തീ പിടിക്കുകയും പിന്നെ വണ്ടി മൊത്തത്തിൽ കത്തിപ്പോവും ചെയ്യുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഷോർട്ട് സർക്യൂട്ടാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയത്. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ വണ്ടി വാങ്ങാണ്, ഇപ്പോൾ ഡീലർ ലെവലിലാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തെ ആക്സസറി ഷോപ്പിൽ നിന്നാണെങ്കിലും നമ്മളെന്താ പറയുക, നമുക്ക് എന്തൊക്കെ ഫിറ്റ് ചെയ്യണോ ഒക്കെ ഫിറ്റ് ചെയ്യാം. സിൽ പ്ലേറ്റിലെ ലൈറ്റ്, ആംബിയൻ ലൈറ്റ്, ഫോഗ് ലാമ്പ്, അതല്ലെങ്കിൽ എക്സ്ട്രാ ഹോൺ, സ്റ്റീരിയോ, ആൻഡ്രോയിഡ് ഓട്ടോ യൂണിറ്റ്, അങ്ങനെ നമുക്ക് സബ് വൂഫർ, ആംപ്ലിഫയർ, വാട്ടർ റിറ്റീസ്, എന്തൊക്കെ സാധനങ്ങളാണെങ്കിൽ ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് വണ്ടി എന്ന് പറയുന്നത് സ്വപ്ന സാക്ഷാത്കാരമാണല്ലോ വണ്ടി വാങ്ങാൻ പറയുമ്പോൾ. നമ്മൾ ആ വണ്ടി വാങ്ങുമ്പോൾ അതിനകത്ത് എല്ലാ സംഗതികളും വേണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവും. അങ്ങനെ നമ്മളത് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ യൂസ് ചെയ്ത വയേഴ്സ് നല്ലതായി കൊള്ളുന്നില്ല. അത് മാത്രമല്ല ഫ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അത് മാത്രമല്ല ഫ്യൂസ് ടാപ്പ് ഉപയോഗിച്ചിട്ടാവില്ല വണ്ടിയിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആകുമ്പോൾ
ഷോർട്ടായിട്ട് കത്താനും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വയറിങ് എല്ലാം കറക്റ്റാണ്, ഫ്യൂസ് ടാപ്പൊക്കെ എടുത്തിട്ടാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ആവുന്ന ഒരു പോയിന്റ് തന്നെ ശരിക്കും ഫ്യൂസ് അടിച്ചു പോകും, പിന്നെ അങ്ങോട്ട് ആ ഒരു കറണ്ട് വരില്ലല്ലോ. അതുപോലെ എക്സ്ട്രാ ആംപ്ലിഫയർ വെക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ബാറ്ററി നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുക്കാറുണ്ട്. അപ്പോഴും അതിൻ്റെ അവിടെ ഒരു ഫ്യൂസ് വെക്കണം എന്നുള്ളതാണ് ആ ഒരു തമ്പ് റൂൾ. ആ ഫ്യൂസ് വെച്ചില്ലെങ്കിൽ പണിയാവാൻ ചാൻസ് ഉണ്ട്. പണിയാവെന്ന് പറയുമ്പോൾ ഷോർട്ടായി കഴിയുമ്പോൾ തീ പിടിച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാം പ്രശ്നം. അതായത് ഇപ്പോൾ ഹോസ്, ഫ്യൂവൽ ഹോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോണറ്റ് അകത്തുണ്ട്. അത് മാത്രമല്ല ഈ ബാക്കിലെ ടാങ്കിൽ നിന്ന് അത്രയും ദൂരം നമ്മൾ ആ ഒരു ഹോസ് വലിച്ചു കൊണ്ടുവന്നിട്ടാണല്ലോ അതിനകത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല ഫ്യൂവൽ പമ്പ് നല്ല പ്രഷറിലാണ് പമ്പ് ചെയ്യുന്നത്. അത് ആ ഒരു കാര്യം എടുത്താൽ അങ്ങനെ നോക്കുമ്പോൾ വല്ല വണ്ട് കടിച്ച ഒരു കഥ നമ്മൾ പുറത്തും കേട്ടിട്ടുണ്ട്. വണ്ടല്ല, ഒരു ബഗ്, പെട്രോളിൻ്റെ ആ ഒരു ഹോസ് എന്നൊരു ബഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ഒരു ബഗ് അടിച്ചിട്ട് മുറിഞ്ഞു കിടക്കുന്ന സമയത്ത് ആ ഒരു ഫ്യൂവൽ ഹൈ പ്രഷറിൽ വന്നിട്ട് ചെറിയ സ്പാർക്കെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ തീപിടുത്തത്തിന് സാധ്യതയുണ്ട്. പെട്രോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ ഏതൊരു ഇന്ധനത്തെക്കാൾ അപകടകാരിയാണ്. കത്തിപ്പോണ കാര്യത്തിൽ ഡീസലിനേക്കാളും എല്ലാം അപകടകാരിയാണ്, പെട്ടെന്ന് എത്തും. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ടു ഫ്യൂവൽ ഇങ്ങനെ നിലത്ത് കൂടെ വീണ് ചാല് പോലെ പോകുന്ന ആ ഫ്യൂവലിൽ തീ പിടിച്ചാൽ പോലും ഇതങ്ങ് ഫുന്ന് കത്തി പോകുന്നുണ്ട്. പെട്രോൾ അത്രയ്ക്ക് ഭീകരമാണ്. പെട്രോൾ നമ്മൾ ടാങ്കിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയും ഗ്യാസാണ് പേടിക്കേണ്ടത്, പെട്രോളല്ല. പക്ഷെ പെട്രോളും എനിക്ക് തോന്നുന്നു ഗ്യാസിനേക്കാൾ കൂടുതലോ ഗ്യാസിൻ്റെ അത്രയും തന്നെ ഭീകരമാണ് സാധനം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ഫ്യൂവൽ ഇങ്ങനെ അറ്റത്തുനിന്നും അല്ലെങ്കിൽ നിലത്തേക്ക് വീണ്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സ്പാർക്കോ സിഗരറ്റിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറയുന്നത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇത് കാണിക്കില്ല. സിഗരറ്റിൻ്റെ ഒരു കാര്യം പലപ്പോഴും പറയുന്നത് നമ്മൾ റോട്ടിൽ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ശരിക്കും പേടിച്ചിട്ടുള്ള ഒരു അവസരങ്ങളുണ്ട്. ദീപാവലിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രേഷനിലും പടക്കത്തിനും ഇതേ ഒരു പങ്കുണ്ട്. പക്ഷെ എന്നാൽ കൂടി വണ്ടിയിൽ പോകുമ്പോൾ ലോറി ഡ്രൈവേഴ്സ് സിഗരറ്റൊക്കെ വലിച്ച് ഒരു ശ്രദ്ധയുമില്ലാണ്ട് അലക്ഷ്യമായിട്ട് ഈ സിഗരറ്റ് കുറ്റി അങ്ങ് വലിച്ചെടുത്താത്തേക്ക് അതിങ്ങനെ റോഡിൽ ഇങ്ങനെ വീണ് ഇങ്ങനെ ചെതറി തീ പിടിച്ചിട്ട്, അല്ലെങ്കിൽ തീ പിടിക്കാന്നല്ല പറയാം, തീപ്പൊരികളോളം വീണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഓടിച്ചു പോകുമ്പോൾ ഒരു നിമിഷം നേരത്തേക്ക് ഒരു ചെറിയ അറ്റാക്ക് എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഹാർട്ട് അറ്റാക്ക് പേടിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു സമയത്തും പെട്രോൾ എങ്ങനെ ലീക്കായി കിടക്കുകയാണെങ്കിൽ അത് വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണങ്ങളാണ്, ചിലപ്പോൾ സംഭവിച്ചേക്കാവുന്ന കാരണങ്ങളാണ്. അല്ലാണ്ട് ഒരിക്കലും അതാണ് കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, ആ വണ്ടി കൊടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ ആ വണ്ടി ആക്സസറീസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്കാർ, അവർക്കൊക്കെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് കത്തിപ്പോയ സ്ഥിതിക്ക് എനിക്ക് അറിയില്ല അതിന് എന്താണ് സംഭവിച്ചത് കണ്ടുപിടിക്കാനുള്ള അവസ്ഥ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ കോമൺ സെൻസ് ഉപയോഗിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട്, അല്ലെങ്കിൽ ഫ്യൂവൽ പൈപ്പിൻ്റെ ഒരു ബ്രേക്കേജ്, അല്ലെങ്കിൽ ഫ്യൂവൽ ലീക്ക്. ഈ 3 കാര്യങ്ങളിലാണ് ആ ഒരു കത്തിപ്പോയുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സാധ്യതകൾ അവിടെ നിൽക്കട്ടെ. അങ്ങനെ മരിച്ച ആ ഒരു അവരുടെ അവസ്ഥയിൽ, ദുരവസ്ഥയിൽ നമ്മൾ തീർത്തും സങ്കടപ്പെടുന്നു. അവർക്ക് ആദരാഞ്ജലികൾ. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ആ വാർത്തയെ വായിച്ചു. ഒന്ന്, ഡോർ തുറക്കാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു സെൻട്രൽ ലോക്കിംഗ് എന്ന് പറയുമ്പോൾ അത് എക്സ്പ്രസോടെ ഏത് വേരിയൻ്റ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിലും ആ ഒരു ക്ലിക്ക് ഫീൽഡ്, അതായത് കീയുടെ മുകളിലുള്ള ആ ലോക്ക് അൺലോക്ക് ബട്ടണിലാണ് സെൻട്രൽ ലോക്ക് തുറക്കുക. അങ്ങനെ തുറക്കുന്ന സമയത്ത് ഈ സെൻട്രൽ ലോക്ക് ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ, ചിലപ്പോൾ സെൻട്രൽ ലോക്ക് ഇല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് സെൻട്രൽ ലോക്ക് ആയിരിക്കും ഫിറ്റ് ഉണ്ടാവുക. അങ്ങനെ സെൻട്രൽ ലോക്ക് തീ പിടിച്ച സമയത്ത് ആ മൊഡ്യൂളിലേക്കുള്ള കണക്ഷനിൽ ഷോർട്ട് ആവുകയോ ആ സംഗതി ഓഫ് ആവുകയോ, അതായത് ആ സംഗതി വർക്ക് ചെയ്യാതാവുകയോ ഈ ഗണ്ണിലേക്കുള്ള പവർ പോയിട്ടുണ്ടാവും. പിന്നെ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ജാമായതാവാനാണ് വഴി. അങ്ങനെ ജാമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പാനിക്കായി കാണും. പാനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ, അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ടായിരിക്കും അപകടം ഉണ്ടായിട്ടുണ്ടാവുക. സാഡാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പം എനിക്ക് അല്ലെങ്കിൽ നമ്മളെ പോലെ ആൾക്കൊക്കെ ഒരു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടല്ലോ. കാരണം സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും കിടക്കാണ്. പണ്ട് സ്റ്റീഫൻ ഹോക്കിൻസ് ചോദിച്ച കാര്യമുണ്ട്. പുള്ളിക്ക് ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് സമയത്ത് വന്നപ്പോൾ പുള്ളിക്കാരോട് ഏതൊരു മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, വൈ യു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വൈ നോട്ട് മീ എന്ന് പറഞ്ഞു. കാരണം ലോകത്തിലെ ആൾക്കാർക്ക് ആർക്കും വരാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ള പോലെ. അതുപോലെ നമുക്ക് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് വണ്ടിക്കകത്ത് ലോക്കായി പോവുക എന്നുള്ളതും. അതുപോലെ എന്താ പറയുക, സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ഊരാൻ കിട്ടാതിരിക്കുക, ലോക്ക് തുറക്കാൻ പറ്റാതിരിക്കാന്നൊക്കെ. അപ്പോൾ വിമാനത്തിൽ പറയുന്ന പോലെ വിമാനത്തിനെ ഉദാഹരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടത്തിൻ്റെ ഒരു സാധ്യത കണ്ടുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന ഒരു ഏരിയയാണ് വൈമാനിക അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഒരു സർവീസ് എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അത് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ ആ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് മറ്റൊരു സഹായിക്കാമെന്ന് പറഞ്ഞില്ല. അത് കാരണം എന്ന് പറയുന്നത് നമുക്ക് അവരെ സഹായിക്കാനുള്ള ആ ഒരു പ്രാപ്തി ഉണ്ടായാലേ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 2 കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഈ 2 കാര്യങ്ങൾ റോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് പോകുകയാണെങ്കിലും ഒക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ചിലപ്പോൾ ഒരു ലൈഫ് സേവർ ആയേക്കും, ചിലപ്പോഴായേക്കും. ആ ഒരു കാര്യങ്ങൾ ഞാൻ പറയാം, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാം കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ വണ്ടി വേണമെന്നാണ്. CNG വണ്ടിക്ക് വരുന്നുണ്ട്. അത് വെച്ചാലും അതെടുത്ത് ഉപയോഗിക്കാൻ അറിയണം, അത് പഠിക്കേണ്ട കാര്യമുണ്ട്. 2 എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബ്രേക്കർ കം സീറ്റ് ബെൽറ്റ് കട്ടർ വണ്ടി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതെപ്പോഴും പ്രാവർത്തികമായിക്കൊള്ളുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ആ ഒരു ടൂൾ കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അത് വാങ്ങാൻ സമയമുണ്ടാവില്ല, അല്ലെങ്കിൽ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, വാങ്ങിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ
വാഹനത്തിനുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള അകത്തുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നാനോടെ ആ ഒരു സൈഡ് ഗ്ലാസ് കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ചു, കിട്ടാനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചേനെ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ സീറ്റ് ബെൽറ്റ് പെട്ടതാണ്. മെയിനായിട്ട് 2 ഫാക്ടേഴ്സാണ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടിരിക്കാൻ പറയുമ്പോൾ. അതായത് ഒന്നെന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് ലോക്കായി പോകും. ലോക്കായി പോകുന്ന പറയുമ്പോൾ ഊരാൻ പറ്റില്ല. അത് ടെൻഷനായി, പ്രീ ടെൻഷൻ ഉള്ള ഒരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ചെയ്യേണ്ടത് വെച്ചാൽ അത് ഊരാൻ ശ്രമിക്കുന്നത് തന്നെ ചെയ്യുള്ളൂ. കാരണം ഊരാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്ന് മെല്ലെ വലിച്ചു നോക്കുക. വലിച്ചു നോക്കിയിട്ട് പോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇറങ്ങാം എന്നുള്ളതാണ്. അതും ഞാൻ പറഞ്ഞില്ല, പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഭയങ്കര പാനിക്കായിരിക്കും സമയത്ത് അത് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെ ശ്രമിച്ചു നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിന്ന് ഊരി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ പറ്റിയാൽ നമുക്ക് അടുത്താണ് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ പാനിക്കായിട്ട് ഉറക്കം വലിക്കരുത്. ഇങ്ങനെ വലിച്ചത് കിട്ടില്ല, മെല്ലെ വലിച്ചെടുക്കണം. അത് എപ്പോഴും നമ്മൾ വലിക്കുമ്പോൾ ലോക്കായി പോകുമ്പോൾ മെല്ലെ വലിച്ചെടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അത് ഊരി എടുക്കാമല്ലോ. ഇനി ഊരി എടുത്ത് തന്നെ വിചാരിക്കാം, ഡോർ ലോക്കായി ഇപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ ആ ഒരു വയറൊക്കെ മെൽറ്റായി, തുറക്കാനൊന്നും പറ്റില്ല, ജാമായി. അതായത് മിക്കവാറും ഗണ്ണിലേക്കുള്ള പവർ അവിടെ വരുന്നുണ്ടാവില്ല. ആ ഗണ്ണിലേക്ക് പവർ വരാതെ ലോക്കായി പോയാൽ നമുക്ക് തുറക്കാൻ പറ്റില്ല. പാനിക്കായിട്ട് വലിച്ചുകൊണ്ടിരിക്കും, തുറക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു സമയത്തേക്ക് തീയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കൂടുതൽ മുതിരാതെ ഈ ഒരു സീറ്റ് ബെൽറ്റ് കണ്ടോ, ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ അറ്റത്ത് ഈ നെക്കിൾ, അതായത് നെക്കിൾ നല്ലതായിട്ട് പറയാം, സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു സുന, അങ്ങനെ സുന പറയാം. അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. ഇത് വെച്ച് ഈ ഗ്ലാസ്സിൽ പൊട്ടിച്ച ടെമ്പേർഡ് ഗ്ലാസ്സാണ്, ചില്ല് ചെറിയ പോവും. അങ്ങനെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളിൽ കൂടെ പുറത്തേക്ക് ചാടുകയോ തുറക്കുക എന്തെങ്കിലും ചെയ്യാൻ, തുറക്കാൻ ശ്രമിക്കേണ്ട, ചാടിപ്പോകാനുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ആ ഒരു പാനിക് സിറ്റുവേഷനിൽ അത്ര എളുപ്പത്തിൽ പറ്റുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ ശ്രമിച്ചു നോക്കാവുന്ന കാര്യമാണ്. അതായത് എന്തായാലും നമ്മൾ ഒരു അപകടത്തിൻ്റെ ഒരു വക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയാൽ നല്ലതല്ലേ. ഇനി വയറിങ്ങിന് ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്യൂസ് ടാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂസ് നന്നായി വെച്ചിട്ടൊക്കെ വയർ ചെയ്യാൻ ശ്രമിക്കണം. നല്ല ക്വാളിറ്റിയുള്ള ആക്സസറീസ് മേടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പറയാമെങ്കിലും പറ്റിയ അപകടത്തിനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കോ പരിഹാരമൊന്നുമല്ല. നമ്മൾ പറയുന്നത് ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളുകൾ നോക്കുന്ന ഓരോ മൈന്യൂട്ട് പോയിന്റ് എടുത്ത് ഡാറ്റ എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ അപകടം പിന്നീട് ഉണ്ടാവാതിരിക്കാനൊക്കെ അവർക്ക് പറ്റുന്നത്. നമുക്കും സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ലൈഫ് സേവിങ് ആയിട്ട് ഉപകാരപ്പെട്ടേക്കാവുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു സംഗതി കൊണ്ട് ദൂരാൻ കിട്ടില്ലെങ്കിൽ, ഞാൻ സീറ്റ് ബെൽറ്റിൻ്റെ ഈ കുളത്തിൻ്റെ കാര്യം ആദ്യം പറയാനുള്ള കാരണം, ഇപ്പോൾ വരുന്ന വണ്ടികളിൽ പല വണ്ടികളിൽ ഹെഡ് റെസ്റ്റ് ഫിക്സഡാണ്. അതുകൊണ്ട് ഹെഡ് റെസ്റ്റ് ഊരി ഗ്ലാസ് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ പറയാൻ പറ്റും, എളുപ്പത്തിൽ ദൂരാനൊക്കെ പറ്റും. എനിക്ക് ദൂരാൻ പറ്റും. ഹെഡ് റെസ്റ്റ് ഊരിയിട്ട് ഹെഡ് റെസ്റ്റിൻ്റെ ആ തുമ്പ് കൊണ്ട് ഗ്ലാസ് പൊട്ടിക്കുക എന്നുള്ളത് പോസിബിൾ ആണ്. പക്ഷേ പോസിബിൾ ആണെന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പോൾ I10 അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പ്രസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളിൽ, ബഡ്ജറ്റ് വണ്ടികളിലൊന്നും തന്നെ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു റിമൂവബിൾ ഹെഡ് റെസ്റ്റ് അല്ല, ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ട്, പക്ഷേ എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ എല്ലാ വണ്ടിയിലും ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ ആക്സസറീസിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ തീർത്തും നന്നായി വയറിയാൽ മാത്രമല്ല, വാങ്ങുന്ന ആക്സസറീസിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയേക്കും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആ ഒരു കഴിഞ്ഞ കാര്യത്തിന് പരിഹാരമല്ല, പക്ഷേ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ആ ഒരു മരിച്ച ദമ്പതികൾക്ക് ആദരാഞ്ജലികൾ. അടുത്ത വീഡിയോ വരാം. നന്ദി, നമസ്കാരം.